നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ലാൽ. കേരളത്തിലെ മറ്റ് പലരെയും പോലെ ഞാനും കഴിഞ്ഞ 2-3 ദിവസമായിട്ട് വളരെയധികം മനപ്രയാസം അനുഭവിക്കുകയാണ്. കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ 5 പോലീസുകാർ ചേർന്ന് ഉപദ്രവിക്കുന്ന വീഡിയോ നമ്മളൊക്കെ കണ്ടതാണ്. എനിക്കത് കാണുമ്പോൾ എൻ്റെ മകനെ ഉപദ്രവിക്കുന്ന പോലെയാണ് തോന്നിയത്. മലയാളികൾക്ക് പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കണം തോന്നിയത്, ഭൂരിഭാഗം പേർക്കും. വളരെയധികം വേദന ഉണ്ടാക്കി. ഒരു ചെറുപ്പക്കാരനെ ഒരു കാരണവുമില്ലാതെ പോലീസ് സ്റ്റേഷനകത്തുകൊണ്ട് ആക്രമിക്കുകയാണ്. ഇത് ഒരാൾ അപകടകരമായി പെരുമാറുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വേണമെങ്കിലും തടയാം. അതൊന്നുമല്ല ഇത്. വെറുതെ നിൽക്കുന്ന ഒരാളെ അയാൾ യൂത്ത് കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞത് ഒറ്റ കാരണം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്കും പോലീസ് സ്റ്റേഷനകത്തും ക്യാമറ ഉള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ ഇട്ടിടിക്കുകയാണ്. ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ആളാണ്. ഏറ്റവും വികസിച്ച നാടുകളിലും ഏറ്റവും അവികസിതമായ രാജ്യത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇത്ര വൃത്തികെട്ട മർദ്ദന മുറകൾ കണ്ടിട്ടില്ല. നമ്മൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒക്കെ 1-ാം നമ്പർ നമ്മൾ കുറേ നാളായിട്ട് പറയുകയാണ്. ശരിക്കും വേദനയിൽ ലജ്ജയും തോന്നുകയാണ് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇടിക്കാനായിട്ട്. അയാളൊരു കുറ്റവാളിയായപ്പോൾ ഇങ്ങനെ ഇടിച്ചുകൂടാ. എന്തൊരു ദ്രോഹമാണത്. എന്നെ ഏറ്റവും അധികം വിഷമിപ്പിച്ചത് ഈ സംഭവം നടന്നിട്ട് ഇതുവരെ മുഖ്യമന്ത്രി തുറന്നിട്ടില്ല. വളരെ ദയനീയമാണ്. ഇങ്ങനൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, നമുക്ക് ദേഷ്യമുള്ളവരുണ്ടാകാം, നമ്മളെ ആക്രമിച്ചിട്ടുള്ളവരുണ്ടാകാം. എന്നെ ആക്രമിച്ചിട്ടുള്ള ഒരു CPM കാരൻ പോലും അല്ലെങ്കിൽ ഒരു പഴയ SFI പോലും ഇങ്ങനെ ആക്രമിക്കപ്പെടരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെ ആക്രമിക്കുന്നെങ്കിൽ അവരുടെ വിവരക്കേട്. അവർക്കെതിരെ നിയമ നടപടിയാണ് നമ്മൾ എടുക്കേണ്ടത്. അവർക്കെതിരെ പോലീസിൽ പോകണം, അവർക്കെതിരെ കോടതിയിൽ പോകണം. ഈ പോലീസുകാരോടുള്ള പെരുമാറ്റുന്നത് അത് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. ഇവരെ നമുക്ക് തിരിച്ചാക്രമിക്കാൻ കഴിയില്ല, അതിന് നമുക്ക് നിയമമില്ല. അവർക്കെതിരെ കോടതിയിൽ പോകണം, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. അവർ ജയിലിലാകുന്നതുവരെ നമ്മൾ കഠിനാധ്വാനം നടത്തണം, അവരുടെ ജോലി ഇല്ലാതാകണം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ നാട്ടിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കഥകൾ മുഴുവൻ പണ്ട് ജയിലിൽ കിടന്ന് തല്ലുവാങ്ങിയതിൻ്റെ കഥകളാണ്. എത്രത്തോളം വാസ്തവമാണെന്ന് ഇപ്പോൾ സംശയം തോന്നുകയാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിനോട് പ്രതികരിക്കാൻ കഴിയില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. TP ചന്ദ്രശേഖരൻ എന്നൊരാളെ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളെ പിന്നീട് 51 വെട്ടി എറിയുകയായിരുന്നു. എന്നിട്ട് ഇതുവരെ ഒരു ദുഃഖം പ്രകടിപ്പിക്കാത്തൊരു വ്യക്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി. ശ്രീ അച്യുതാനന്ദൻ പോലും അവിടെ പോയി മരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പോയി കാണുകയൊക്കെ ചെയ്തു. നമ്മുടെ മുഖ്യമന്ത്രി ഈ വിഷയത്തിലല്ല, എപ്പോഴെങ്കിലും എന്ന് പറയണ്ടേ, ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറയണ്ടേ. അത് പറയാത്തത് കൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ആക്രമണം നടക്കുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച അവിടെ കോളേജ് ചെയർമാനായ ആളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കോളേജ് ചെയർമാനായ സെനറ്റ് മെമ്പറായിരുന്നു. ഞാൻ KSUവിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് KSUവിൽ പ്രവർത്തിക്കുന്നതിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വന്നയാളാണ്. ഞാൻ പഠിച്ച കോളേജുകളിൽ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി കോളേജുകളിൽ, അവിടെ എനിക്ക് ശേഷം ഒരു ചെയർമാൻ അവിടെ ജയിച്ചിട്ടില്ല. ഒരാൾ സ്ഥാനാർത്ഥിയാകാൻ പോലും സമ്മതിക്കില്ല. SFIയുടെ മുന്നണിയിലുള്ള അല്ലെങ്കിൽ CPM മുന്നണിയിലുള്ള CPIയുടെ വിദ്യാർത്ഥി സംഘടനയായ ASFനെ പോലും അവിടെ തങ്ങാൻ അനുവദിക്കില്ല. അവിടെ അടി കൊടുക്കും. SFIക്കാരാണ്. കഴിഞ്ഞ 10-40 വർഷത്തിലധികമായിട്ട് KSU ഒരു പാനൽ നിർത്താൻ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ കഴിയുന്നില്ലെങ്കിൽ അവിടുത്തെ കുറേ SFIക്കാർ മാത്രം ചെയ്യുന്നതാണെന്ന് കരുതരുത്. അങ്ങനെ കേരളത്തിൽ പലരും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. അത് ആസൂത്രിതമായി CPM ചെയ്യുന്നതാണ്. ഒരു യുവശബ്ദം പുറത്തേക്ക് വരരുത്. അഥവാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവന് തല്ലുകൊടുത്ത്, ആണായാലും പെണ്ണായാലും അവർക്ക് തല്ലുകൊടുത്ത് അവരൊതുക്കി അവർ ശബ്ദമില്ലാത്തവരാകും. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. കഴിഞ്ഞ 40-50 വർഷമായിട്ട് CPM കേരളത്തിലെ ജനാധിപത്യത്തെ പൂർണ്ണമായും തകർക്കുന്നത് ഞാൻ കണ്ട ഒരാളാണ്. വിദ്യാർത്ഥികാലം തൊട്ട് ഇപ്പോഴും അത് തന്നെയാണ്. എതിർ ശബ്ദങ്ങളില്ല, അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയമുള്ളിടത്ത് യുവാക്കളെ, ചെറുപ്പക്കാരെ വളരെ അനുവദിക്കില്ല. എന്നിട്ട് പറയും കോൺഗ്രസിൽ ആവശ്യ നേതാക്കളില്ല. യാഥാർത്ഥ്യം നോക്കിയാൽ CPMലുള്ളതിനേക്കാൾ നിലവാരവും ഗുണമേന്മയുള്ള യുവജനങ്ങളും യുവ നേതാക്കളും വിദ്യാർത്ഥികളൊക്കെ KSUവിൽ തന്നെയാണ്. ഈ തല്ലാൻ മാത്രമാണ് SFIക്കാർക്കും DYFIക്കും അറിയാവുന്നത്. ഞാൻ മൊത്തത്തിൽ ആക്ഷേപിക്കുകയല്ല, അത് പക്ഷേ യാഥാർത്ഥ്യമാണ്. ഞാൻ കണ്ടിട്ടാണ് ഈ പോലീസുകാർ ഇടിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പഠിച്ച കോളേജുകളിൽ SFIക്കാരും DYFIക്കാരും ഇങ്ങനെ ഇടിക്കുന്നത് മനുഷ്യരെ. ഞാൻ പറഞ്ഞു 2 കോളേജിൽ ചെയർമാനായിരുന്ന ആളാണ്. ഞാൻ ആരും അടിച്ചിട്ടില്ല. തല്ലുകൊള്ളാതെ രക്ഷപ്പെടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇവർ തല്ലാൻ വരുന്നവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ 7-8 പ്രാവശ്യമൊക്കെ അഡ്മിഷൻ വാങ്ങിയവരെയൊക്കെ നമുക്കറിയാം. അവിടെ തല്ലാൻ വേണ്ടി SFIക്കാർ വന്നു ചേരും. പല കോളേജിലും അങ്ങനെ തന്നെയാണ്. ഞാൻ പറയുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പം എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞ് 9 വർഷം വന്ന മുഖ്യമന്ത്രി
ഏറ്റവും മിനിമം മര്യാദ കാണിക്കണ്ടേ? അദ്ദേഹം ഭരിക്കുന്ന നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ ഒരു മനുഷ്യനെ തല്ലിച്ചതയ്ക്കുകയാണ്. മുഖ്യമന്ത്രി പറയണ്ടേ, ആരും ആരെയും തല്ലണ്ടെന്നെങ്കിലും ഒരു ജനറലായിട്ടെങ്കിലും ഒരു പൊതുവായിട്ടെങ്കിലും ഒരു കാര്യം പറയണ്ടേ? മിണ്ടാതിരിക്കുമ്പോൾ എന്താണ് സൂചന കൊടുക്കുന്നത്? ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാനായിട്ട് പോയ മനുഷ്യരെ, ചെറുപ്പക്കാരെ, അവർ തലയ്ക്ക് കല്ലുകൊണ്ടടിക്കുമ്പോൾ, ചെടിച്ചട്ടി കൊണ്ടടിക്കുമ്പോൾ, ഹെൽമെറ്റ് കൊണ്ടടിക്കുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ പ്രവർത്തനമെന്നാണ്. വളരെ കടുത്തൊരു ഹൃദയം വേണം അങ്ങനെ പറയണമെങ്കിൽ. വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ പല പാർട്ടികളിൽ നിൽക്കും. കോൺഗ്രസ്സിലുണ്ടായിരുന്നവർ അവസരം കിട്ടാതെ വന്നപ്പോൾ അല്ലെങ്കിൽ അവസരം ഇല്ല എന്ന് പറഞ്ഞിട്ട് മറുകണ്ഠം ചാടിയവരുമുണ്ട്. അപ്പോൾ ഈ പാർട്ടിയിലുണ്ടായിരുന്ന അപ്പുറത്തൊക്കെ വരാറുണ്ട്. ഇവരെല്ലാം ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് ഏത് രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട്. വല്ല ഭീകര സംഘടനയിലും പ്രവർത്തിച്ചാൽ മാത്രമേ അവരെ ചെറുക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കാൻ പാടില്ല എന്നൊരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കൃത്യമായി തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു അരനൂറ്റാണ്ടെങ്കിലും ആയിട്ടുള്ള കാര്യം എനിക്കറിയാം. എങ്ങനെയാണ് അവർ ചെറുപ്പക്കാരെ ഇല്ലാതാക്കുന്നത്? എതിരഭിപ്രായം പറയാൻ പാടില്ല. സകല ഓഫീസുകളിലും ഇതാണ്, സകല തെരുവുകളിലും ഇതാണ്. DFIക്കാർ വേറൊരാൾ അവിടെ അനുവദിക്കില്ല, ജീവിക്കാൻ അനുവദിക്കില്ല. ക്യാമ്പസുകളിൽ SFI. അപ്പോൾ മുഖ്യമന്ത്രി ഇതിനെതിരെ പ്രതികരിക്കാത്തത്, സുജിത്തിൻ്റെ ശരീരത്തിൽ ഉപദ്രവമുണ്ടാക്കിയ പോലീസുകാർക്കെതിരെ പ്രതികരിക്കാത്തത്, അവരെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് മാറ്റാൻ തീരുമാനമെടുക്കാത്തത് ഈ തല്ലിയ പോലീസുകാർ കൊടുക്കുന്ന പിന്തുണയാണ്. CPMകാർക്ക് അവരുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ എതിരെ അഭിപ്രായമുള്ള എല്ലാവരെയും തല്ലി ഒതുക്കും, പോലീസിനെ കൂടെ ഉപയോഗിക്കുക എന്നുള്ള തെളിവായിട്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ഇതിനെ കാണുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് സംസാരിക്കേണ്ടി വന്നേ. എനിക്ക് പിന്നെ കേരളത്തിലെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന CPM വനിതാ നേതാക്കളോട് ഒരു വാക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ മക്കളെയാണെങ്കിൽ, നിങ്ങളൊക്കെ അമ്മമാരാണല്ലോ, നിങ്ങളുടെ മകനെയാണ് ഇങ്ങനെ തല്ലിയെങ്കിൽ പാർട്ടി വ്യത്യാസമില്ലാതെ നിങ്ങൾ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പോലും നിങ്ങളുടെ മകനെയാണ് അകാരണമായിട്ട് അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ പിടിച്ചുകൊണ്ട് പോയി തല്ലിയാൽ നിങ്ങൾ പ്രതികരിക്കില്ലേ? എനിക്ക് വ്യക്തിബന്ധങ്ങളും പരിചയമൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് CPM നേതാക്കൾ, വനിതകൾ അപ്പുറത്തുണ്ട്. എനിക്ക് അതിശയം തോന്നുന്നു. നിങ്ങൾ ലോകത്ത് എവിടെ സംഭവങ്ങളുണ്ടായാലും പ്രതികരിക്കുന്നവരാണ്. പ്രതികരിക്കുന്നത് AK സെൻറ്ററിലേക്ക് ഏറുപടക്കം എറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുന്നവരാണ്. കേരളത്തിലെ അല്ല, എല്ലാ രാജ്യത്തെയും എല്ലാ ലോകത്തെയും പ്രശ്നങ്ങൾ നിങ്ങൾ ഇടപെടുന്നവരാണ്. ഒരു മനുഷ്യന്, ചെറുപ്പക്കാരനെ, നിങ്ങളുടെ മക്കളുടെ പ്രായമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഇളയതായ ഒരു ചെറുപ്പക്കാരനെ എടുത്തിട്ട് ചതയ്ക്കുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊരു വാക്കതിനെതിരെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ലോകരാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? ലജ്ജ തോന്നിപ്പോവാണ്. നിങ്ങൾ പറഞ്ഞ ഇതുവരെയുള്ള എല്ലാ വാക്കുകളെയും, എല്ലാ മനുഷ്യസ്നേഹത്തെയും, എല്ലാ ഇസങ്ങളെയും നിങ്ങൾ തന്നെ റദ്ദ് ചെയ്യുകയാണ്. ആരോഗ്യമന്ത്രിയോട് എനിക്കൊരു വാക്ക് പറയാനുണ്ട്. ആരോഗ്യമന്ത്രി ആശുപത്രികളിലെ രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ സംവിധാനമാണ് ചികിത്സിക്കുന്നത്. അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങളെ സ്വന്തം നേട്ടങ്ങളായി പറയുന്ന ആളാണ്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ആരോഗ്യ പ്രശ്നമല്ല. ഒരു ചെറുപ്പക്കാരന്, ഒരു കാരണവുമില്ല, ഒരു ചെറുപ്പക്കാരനെ പോലീസുകാർ കൊണ്ടിട്ട് തല്ലിച്ചതച്ച് അയാളുടെ കേൾവി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അയാളുടെ ദേഹത്ത് ഒരുപാട് ചതവുകളുണ്ട്. അയാൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് കേടുകൾ പറ്റിയിട്ടുണ്ട്. ഇതിനെതിരെ ഒരു ആരോഗ്യമന്ത്രി പ്രതികരിക്കണ്ടേ? രോഗാണുക്കൾക്കെതിരെ മാത്രം ആരോഗ്യമന്ത്രി പറഞ്ഞാൽ മതിയോ? ഈ നമുക്ക് രോഗാണുക്കൾ, സൂക്ഷ്മ രോഗാണുക്കൾ മാത്രമാണ് രോഗം ഉണ്ടാക്കുന്നത്. ഇതുപോലെ തടിച്ചു കൊഴുത്ത പരാതജീവികൾ, പോലീസിലെ ക്രിമിനലുകൾ, അവരൊരു ചെറുപ്പക്കാരനെ അടിച്ച് ശൈപ്പെടുത്തുമ്പോൾ അതിനെതിരെ ആരോഗ്യമന്ത്രി പ്രവർത്തിക്കണ്ടേ? ഒരു വാക്ക് പറയണ്ടേ? ഒരു മനുഷ്യൻ്റെ ആരോഗ്യം സ്റ്റേറ്റിൻ്റെ പോലീസ് തന്നെ നശിപ്പിക്കുകയാണ്. അത് ആരോഗ്യമന്ത്രി എന്തെങ്കിലും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ കേരളത്തിൽ ഒരുപാട് ഈ സാംസ്കാരിക സാഹിത്യ നായകന്മാരുണ്ട്. ഞാനത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചു. അവരെപ്പറ്റി എനിക്ക് പുച്ഛമാണ്. ചിലരൊക്കെ എൻ്റെ അധ്യാപക സ്ഥാനത്തുള്ളവരാണ്. എല്ലാവരും ഈ വിഷാന്തേഹികളാണ്. അവാർഡുകൾക്ക് വേണ്ടി, കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മിക്കവാറും എല്ലാവരും ഇടവെന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെയാണ്. നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊന്നും ഇടതല്ല എന്നറിയാം. രഹസ്യമായിട്ട്, അഥവാ കോൺഗ്രസ് ഗവൺമെൻറ് വരുന്ന കാലത്തൊക്കെ ഇവരുടെ ഇടപാടുകൾ എനിക്ക് എങ്ങനെയാണെന്നറിയാം. കുറച്ച് പേർ മാത്രം CPMൻ്റെ തനി CPMകാരാണ്. അവരെ നമ്മൾ ഉപേക്ഷിക്കണം. കാരണം അവർ സാഹിത്യം അങ്ങനെ എഴുതി പോകണമാണ്. അല്ല, അവർക്ക് മനുഷ്യ സ്നേഹമൊന്നുമില്ല. കേരളത്തിലെ ചെറുപ്പക്കാരെ SFI തല്ലുന്നത് കണ്ടു നിൽക്കാൻ കഴിയുന്ന CPMകാരുണ്ടെങ്കിൽ അവർ എന്ത് സാംസ്കാരിക നായകരാണ്? അധ്യാപകരുണ്ട്, എന്നെ പഠിച്ച അധ്യാപകരുണ്ട്. അവരുടെ കോളേജുകളിൽ KSU പിള്ളേരെ അല്ലെങ്കിൽ SFIക്കാരെതിരെ ഒരു വാക്ക് പറയുന്നവരെ തല്ലി ചതയ്ക്കുമ്പോൾ അത് കാണാൻ നിൽക്കുന്ന അധ്യാപകർ എനിക്ക് ഓർമ്മയുണ്ട്. വലിയ ഇടതെന്നാണ് പറയുന്നത്. അതുപോലെയാണ് ഈ സാംസ്കാരിക നായർ. വെറും വ്യാജമാണ്. നിങ്ങൾക്ക് അവാർഡുകളോടാണ് താല്പര്യം.
നിങ്ങൾക്ക് കമ്മിറ്റി അംഗത്വത്തിൽ മാത്രമാണ് താല്പര്യം. നിങ്ങളോട് പുച്ഛം തോന്നുകയാണ്, ശരിക്കും പുച്ഛം തോന്നുകയാണ്. ഒരു കാര്യമില്ല. നിങ്ങൾ ഒരാൾ വർത്തമാനം പറയും. ചിലർ അപൂർവമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അവരോട് വലിയ ബഹുമാനമാണ്, രാഷ്ട്രീയത്തിന് അതീതമായ ബഹുമാനം അവരോട് തോന്നുകയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ, നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ ഇടപെടാൻ കഴിയില്ല. എന്ത് സാംസ്കാരിക നായകരാണ് നിങ്ങൾ! ലജ്ജ തോന്നുന്നു. നിങ്ങളുടെയൊക്കെ പുസ്തകം ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അവർ ലജ്ജിക്കണം. ഇനി ഞാൻ വായിക്കില്ല. ഇതിനകത്ത് ഈ പ്രശ്നത്തിൽ ഇടപെടാത്ത, അഭിപ്രായം പറയാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസ്താവന ഞാൻ വായിക്കില്ല. ഒരാളുടെ പ്രഭാഷണം ഞാൻ കേൾക്കില്ല. ഏത് പാർട്ടിയായാലും ഒരു സാഹിത്യ നായകൻ്റെയും ഒരു വരി ഞാൻ വായിക്കില്ല. അത്ര വേദനയുണ്ട്. എനിക്ക് ഒരു ചെറിയ അപകടം പറ്റിയിട്ട് നടക്കാൻ പ്രയാസമുള്ള സമയത്താണ്. 1 മാസം കൂടി എനിക്ക് 1 വരിയുടെ സഹായം വേണം. ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് പോകാതിരിക്കാൻ കഴിയും. ഞാൻ അയാളെ പോയി കണ്ടു. ഞാൻ ചെല്ലുമ്പോൾ അയാൾ അവിടെ കോൺഗ്രസിൻ്റെ കൊടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പാർട്ടി ഓഫീസിന് മുന്നിൽ. അയാളുടെ കൈ വിരലൊരു ചെറിയ അപകടം പറ്റി മുറിഞ്ഞിരിക്കുക. അതും വെച്ചുകൊണ്ട് അയാൾ രാഷ്ട്രീയക്കാരനാണ്. കോൺഗ്രസ് ഒരു ഇന്ത്യ ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്ന് കാണുന്ന എല്ലാ ജനാധിപത്യ രീതികൾക്കും ഭരണ സംവിധാനങ്ങൾക്കും ഭരണഘടനയ്ക്കും കാരണമായ ഒരു പാർട്ടിയാണ്. അയാൾ എന്തിനാണ് ഭയക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തിക്കാനായിട്ട്? യുവാക്കൾ കൂടുതൽ പേർ കോൺഗ്രസ്സിൽ വരണം. ഞാൻ കോൺഗ്രസ്സിൽ വിദ്യാർത്ഥിയായ കാലം തൊട്ട് 14 വയസ്സിൽ KSUവിൽ ചേർന്നാണ്. എന്നെ ആരെയും തല്ലാൻ പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ഒരു പരിശീലനം കിട്ടിയിട്ടില്ല ആക്രമണത്തിന്. ഒരുപാട് ആക്രമണത്തിന് പരിശീലനം കിട്ടിയവരെ അവരുടെ ആക്രമണങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. എന്നെപ്പോലെ പലർക്കും വളരെ സൂക്ഷിച്ചുകൊണ്ട് മാത്രമാണ് കൈകാലങ്ങൾ നഷ്ടപ്പെടാതിരുന്നത്. വെറും ക്രിമിനൽ സംഘങ്ങളായിട്ടാണ് അപ്പുറത്ത് പാർട്ടി വളർത്തുന്നത്. കോൺഗ്രസിനകത്ത് തെറ്റുണ്ടായ അപ്പത്തന്നെ നടപടി എടുക്കും. കോൺഗ്രസിനകത്ത് നടപടിയെടുക്കുന്നവരെ, മോശം ആൾക്കാരെ കളഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് CPM പാർട്ടി അപ്പോൾ എടുക്കുകയും ചെയ്യും. എന്താണ് ഈ CPMനോട് നിങ്ങൾ? എനിക്ക് എല്ലാ CPMകാരും മോശമെന്ന് പറയുന്നില്ല. കുറേ പേർക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ അറിയില്ല. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെ കോളേജുകളിൽ ആക്രമിക്കാൻ വേണ്ടി വന്നവർ അതിനുവേണ്ടി മാത്രം രാഷ്ട്രീയം കളിച്ചിരുന്നത്. കോളേജിലൊന്നും പോകില്ല. അതുകൊണ്ട് പലർക്കും അക്ഷാഭ്യാസമില്ലാത്ത വാക്കുകളൊക്കെ തെറ്റിപ്പോണത്. പലരും മന്ത്രിമാരായി. ആലോചിച്ച് നോക്കണം. കോളേജുകളിൽ പഠിച്ചിട്ടില്ല അവർക്ക് ഡിഗ്രികൾ എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങളെയൊക്കെ തല്ലാൻ വേണ്ടി, KSU എന്ന് പറയുന്നത് തല്ലാൻ വേണ്ടി മാത്രം, KSUക്കാരെ തല്ലാൻ വേണ്ടി മാത്രം കോളേജിൽ പോയിരുന്ന പലരും 2 തലമുറ മാറിയപ്പോഴത്തേക്ക് അവർ വലിയ മാന്യന്മാരായി. അവരൊപ്പം പഠിച്ചവർക്ക് അറിയാവോ അവരെത്ര വലിയ കുഴപ്പക്കാരായിരുന്നു എന്ന്, എത്ര ക്രിമിനൽ വാസന ഉണ്ടായിരുന്നവരാണെന്ന്. അവരൊക്കെ 2 തലമുറ കഴിയുമ്പോൾ മന്ത്രിയായിട്ട് നമ്മൾ ഉപദേശിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുകയാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ തുടർന്ന് നിൽക്കാൻ താല്പര്യം തന്നെ ഇത്തരം വൃത്തികെട്ട ശക്തികൾക്കെതിരെ പറയാൻ വേണ്ടി മാത്രമാണ്. രാഷ്ട്രീയത്തിൽ നേട്ടം ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ഒരു കാലത്ത് കേരളത്തിനെ ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ അവർ മാന്യന്മാരുടെ വേഷം ചമഞ്ഞ് മനുഷ്യരെ ആക്രമിക്കുന്നു. അവർ തന്നെ പോലീസിലും എടുക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ റാങ്ക് ലിസ്റ്റും കള്ളപ്പരീക്ഷയൊക്കെ നമുക്കറിയാവുന്നതാണ്. അത് പിടിച്ച കേസ്, പിടിക്കാത്ത കേസ് എനിക്ക് ഒരുപാട് അറിയാം. യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുമ്പോൾ അറിയാം. ഒരു ക്ലാസ്സിൽ കയറാത്തവന് 1ാം റാങ്ക് കിട്ടിയ സാർ ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ച ഞങ്ങളുടെ സമയത്ത് പഠിച്ചവരുടെ ഇടയിൽ ചർച്ചാ വിഷയമാണ്. കോളേജിൽ വരാത്തവന് 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ട്, ഒരക്ഷരം പഠിക്കാത്തവന്. ഇതാണ്. അപ്പോൾ ഇത് വലിയ കഷ്ടമാണത്. ഇതിനകത്ത് രാഷ്ട്രീയം പറയുകയല്ല, രാഷ്ട്രീയം പറഞ്ഞു പോവുകയാണ്. ഇത് മനുഷ്യൻ്റെ ആരോഗ്യം രാഷ്ട്രീയമാണ്. ഞാൻ പഠിച്ചത് മെഡിക്കൽ സയൻസാണ്. ചെറിയ മുറിവൊക്കെ തുന്നലിടാനായിട്ട് വരുന്ന മനുഷ്യരുണ്ട്. നമ്മൾ തുന്നൽ ശരിയാക്കി വിടുക. അതിനകത്ത് CPMകാരും ഉണ്ട്. ചെറിയ മുറിവുകൾക്ക് അവരുടെ വേദന കണ്ടു കഴിഞ്ഞാൽ ഇവർ വലിയ വിപ്ലവകാരിയാണെന്ന് തോന്നിപ്പോവും. ചെറിയ മുറിവിനേക്കാൾ നിലവിളിക്കും. അവരാണ് മനുഷ്യൻ്റെ കാല് വെട്ടുന്നത്, കൈ വെട്ടുന്നത്. SFI നേതാക്കന്മാർ പെൺകുട്ടികളെ കൊണ്ടുവരെ പറയുക. പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ രാഷ്ട്രീയം മെച്ചപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പഞ്ചായത്തിലൊക്കെ വരുന്നപ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഒരുപാട് ഭേദപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ആ പെൺകുട്ടികളെ കൊണ്ട് കൈയും കാലും തലയും വെട്ടിക്കൊന്ന് മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ്. ആർക്കെതിരെയാണ്? ഇതേതെങ്കിലും വിദേശ നാട്ടുകാരാണ്? ഇവിടെ നമ്മൾ രാജഭരണത്തിലാണ്, വിദേശികളാണ് നമ്മളെ ഭരിക്കുന്നത്. എല്ലാം പരസ്പരം അറിയുന്നവരല്ലേ? ഒരു വീട്ടിൽ തന്നെ 2 സഹോദരങ്ങൾ 2 പാർട്ടിയിൽ എത്രയോ സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എതിർ പാർട്ടിക്കാരൻ്റെ കൈയും കാലും വെട്ടുന്ന സ്കൂൾ കുട്ടികളെയും കോളേജ് വിദ്യാർത്ഥികളെയും കൊണ്ട്, അത് പെൺകുട്ടികളെ പോലും കൊണ്ട് പറയിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടി രാജ്യത്തിന് അപകടമാണ്. മുഖ്യമന്ത്രി സംസാരിക്കണം. ഈ രാജ്യത്തെ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറഞ്ഞ മുൻ മന്ത്രിമാർ, ടീച്ചർമാർ പറയണം, നിങ്ങൾ ആരെയും ഇങ്ങനെ അടിക്കരുതെന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനുള്ള ധാർമ്മിക അവകാശം നിങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തെങ്കിലും ബോധമുള്ള സാംസ്കാരിക നായന്മാരുണ്ടെങ്കിൽ, മനുഷ്യരോട് അല്പമെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ, നട്ടലുള്ള സാംസ്കാരിക നായന്മാർ പറയണത് വൃത്തികേടായിപ്പോയെന്ന് പറയണം. ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക്. ധൈര്യമായിട്ട് പാവപ്പെട്ട മനുഷ്യർ, ചെറുപ്പക്കാർ, പോലീസിൻ്റെയും തല്ല്, DYFIയുടെയും തല്ല്, SFIയുടെയും തല്ല്, BJPയുടെയും തല്ല്. ഈ നാട്ടിൽ കോൺഗ്രസ് എന്ന് പറയുന്നവൻ ഭയങ്കര രാഷ്ട്രീയ ബോധമുള്ളവനാണ്. ഇന്ത്യ നിലനിർത്താൻ കോൺഗ്രസ്സിന് മാത്രമേ കഴിയുമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ തൽക്കാല ലാഭത്തിന് വേണ്ടിയിട്ട് അപ്പുറം ചാടി പോണവരൊക്കെ തൽക്കാല ലാഭക്കാരാണ്. അവർ ചരിത്രത്തിൻ്റെ
ചവറ്റുകുട്ടയിലാണ് അവർ. നല്ല ചരിത്രം പുനഃസൃഷ്ടിക്കാനായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കാനേ കഴിയില്ല. കാരണം അവന് ജനാധിപത്യം വേണം, അവന് ഒരു ആനുകൂല്യം വേണ്ട. എന്തെങ്കിലും കിട്ടാനായിട്ട്, പോക്കറ്റ് നിറയ്ക്കാനായിട്ട്, ചെറിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട്, മുട്ടായികൾക്ക് വേണ്ടിയിട്ട് പാർട്ടികൾ മാറുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പദവികൾ കിട്ടുമായിരിക്കും, പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് അവർ വലിച്ചെറിയപ്പെടും. ധൈര്യമായിട്ട് പറയാൻ കഴിയണം, ഒരു ചെറുപ്പക്കാരനെ ചവിട്ടിക്കൂട്ടിയാൽ, ഒരു ചെറുപ്പക്കാരനെ ഇടിക്കുകയാണ്, മത്സരിച്ചിടിക്കുകയാണ്. ആ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് കളയണമെന്ന് പറയാൻ കേരളത്തിൽ CPM ഉണ്ടാകണം. അവരെ ജയിലിലാക്കണമെന്ന് പറയാൻ CPM ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പാർട്ടിയുടെ പുറകെ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്നത് തട്ടിപ്പാണ്, വൻ തട്ടിപ്പാണ്. ഇതൊരു SFIക്കാരനോ DFIക്കാരനെതിരെയോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചെയ്താൽ ഇതേ വരികൾ തന്നെ ഞാൻ പറയും. ഒരു പോലീസുകാരനും ഒരാളെ ആക്രമിക്കാൻ അധികാരമില്ല, ഒരു വ്യക്തിക്കും ആക്രമിക്കാൻ അധികാരമില്ല. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. 9 വർഷത്തിലധികമായിട്ട് ഭരണം നടക്കുകയാണ്. ആ ഭരണത്തിൻ്റെ ധിക്കാരം എല്ലാ മേഖലകളിലുമുണ്ട്. അഹങ്കാരം മാത്രമാണ്. അത് SFIക്കാരായാലും DFIക്കാരായാലും CPMകാരായാലും NGO യൂണിയൻകാരായാലും അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ആര് ഉപദ്രവിക്കാൻ നോക്കണം ഈ ഭരണം വെച്ചിട്ട്. എന്നിട്ട് സാഹോദര്യത്തെപ്പറ്റി, മനുഷ്യസ്നേഹത്തെപ്പറ്റി ചുമ്മാ പറഞ്ഞ് നടക്കുകയാണ്. സാഹോദര്യത്തെപ്പറ്റി നിങ്ങൾ പറയരുത്, മനുഷ്യസ്നേഹത്തെപ്പറ്റി പറയരുത്. ഈ സുജിത്തിൻ്റെ ദേഹത്ത് കൊണ്ട് ഇടി അത് തെറ്റായിപ്പോയിരുന്നു. സംവിധാനങ്ങൾ അങ്ങനെ ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ, സർക്കാർ സംവിധാനങ്ങൾ ആക്രമിക്കുക, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം വേണം. അല്ല, നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റാണ്, എന്ത് CPM ആണ്? ആ പാർട്ടിയിൽ ഇപ്പോഴും കുറച്ച് നല്ല മനുഷ്യർ അവശേഷിക്കുന്നുണ്ട്, ചെറുപ്പക്കാരെ അവശേഷിക്കുന്നുണ്ട്. ഗതികേട് കൊണ്ട് സൗഹൃദത്തിൻ്റെ പേരിൽ ഈ പാർട്ടികളിൽ പോയി പെട്ടവരോട് അത് നിങ്ങളവിടെ തുടരുന്നതിൽ നിങ്ങളുടെ തീരുമാനം. പക്ഷെ പറയുകയാണ്, നിങ്ങൾക്ക് ചങ്കുറപ്പോടെ പറയാൻ കഴിയുന്നത് തെറ്റാണെന്ന്. ഒരു യുദ്ധത്തിലല്ല അവരാരെ ആക്രമിച്ചത്, ഒരു ആക്രമണത്തിനിടയിൽ തിരിച്ചാക്രമിക്കുക, വെറുതെ ഇരിക്കുന്നത് ചെറുപ്പക്കാരൻ. ഇത് തന്നെയാണ് അവർ ഇടി കണ്ടാലറിയാം അവർ SFIയുടെ ട്രെയിനിങ് ആണ്, DFIയുടെ ട്രെയിനിങ് ആണ്. വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ ഞങ്ങൾ അനുഭവിച്ചവരാണ്, ഞങ്ങൾ ആക്രമിച്ച പോലെ മന്ത്രിമാരാണ്. അതുകൊണ്ടാണ് ഇത്ര വികാരത്തോടെ പറയുന്നത്. കേരളത്തിലും ഇന്ത്യയിലും ജനാധിപത്യം തിരിച്ചു വരണം. ഈ തെറ്റായ ശക്തികൾക്ക് നമുക്ക് പ്രതികരിക്കാൻ കഴിയണം. കോൺഗ്രസ്സുകാർ ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. CPMൻ്റെയും BJPയുടെയും, അവർ രണ്ടുപേരും ഒരു മുന്നണിയാണ്, CPM BJP. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അവരെയൊക്കെ നേരിടാൻ ധൈര്യത്തോടെ എല്ലാ പ്രദേശത്തും കോൺഗ്രസ് വരികയാണ്. അത് വരണം. കോൺഗ്രസ് ഏതെങ്കിലും ഭരണം കിട്ടുക എന്നുള്ളതിൻ്റെ, ഇവിടെ ജനാധിപത്യം നിലനിൽക്കണം. ഇവിടെ ഗവൺമെൻറ്റുകൾക്ക് സ്തുതിപാഠകരായിട്ടല്ല മറ്റുള്ള മനുഷ്യർ നിൽക്കേണ്ടത്. അവർ കൂടെ നിൽക്കുന്നവർ ഇഷ്ടപ്പെടാതെയോ ഗതികേട് കൊണ്ടോ സ്തുതിപാഠകരായിക്കോട്ടെ. പക്ഷേ എതിർ ശബ്ദങ്ങൾ വേണം. ജനാധിപത്യത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത് എതിർ ശബ്ദമാണ്. എതിർ ശബ്ദം അത് ബഹുമാനിക്കപ്പെടുമ്പോഴാണ്. ഇത് എതിർ ശബ്ദം പാടില്ല. അവനെതിരെ പാർട്ടിയിൽ അവർ വിശ്വസിക്കുന്നത് അവർ എതിർ പാർട്ടിയാണ്. തമിഴ്നാട്ടിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും CPM നിൽക്കണമെങ്കിൽ കോൺഗ്രസ് കൈ കൊടുക്കണം. ആ പാർട്ടിയിൽ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇടിച്ച് നശിപ്പിച്ചതിൻ്റെ വീഡിയോ അതെനിക്ക് മുഴുവൻ കാണാൻ കഴിഞ്ഞില്ല. ഏതാനും സെക്കൻഡ് കണ്ടപ്പോൾ പിന്നെ നോക്കാൻ കഴിയുന്നില്ല. എനിക്ക് എൻ്റെ ദേഹത്ത് കൊള്ളുന്നതിനേക്കാൾ എൻ്റെ മകൻ്റെ, എൻ്റെ കുട്ടിയുടെ ദേഹത്ത് ഇടി കൊള്ളുന്ന പോലെയാണ് തോന്നിയത്. ഞാനതുകൊണ്ടാണ് അവിടെ പോയത്. എനിക്ക് നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോയത് അതൊരു മെസ്സേജ് കൂടിയാണ്. ഒരു ചെറുപ്പക്കാരനെ പോലീസുകാരും CPMകാരും ഇടിച്ച് ചുരുട്ടിക്കൂട്ടിയാൽ ചോദിക്കാൻ ഈ നാട്ടിൽ കോൺഗ്രസ്സുകാരുടെ ജനങ്ങളുണ്ട്. അതിന് എൻ്റെ ആയുധമൊന്നും വേണ്ട. നമുക്ക് വരികളുണ്ട്, വാക്കുകളുണ്ട്, നാക്കുണ്ട്. ഈ അധമ പ്രവൃത്തിയെ നമ്മൾ ഇത് അവസാനിക്കുന്നവരെ, ഞാനൊക്കെ ജീവിച്ചിരിക്കുകയാണ്, ജീവിത അവസാനം വരെ ഞാനിത് തുടരും. ഇത് അത്ര ഒരു കാരണമായി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. കേരളത്തിൽ ഒരു പോലീസുകാരനും ഒരാളുടെയും ദേഹത്ത് തൊടാത്ത കാലം വരെ ഈ സമരം തുടരണം. കോൺഗ്രസ് പാർട്ടി അതിന് തയ്യാറാണ്. ഞങ്ങളിപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് മനുഷ്യർ അത് കോൺഗ്രസ് പാർട്ടിക്ക് അക്കാര്യത്തിൽ ഊർജ്ജം കൊടുക്കുകയാണ്. ഇത് ഭാവിയിൽ CPMകാർക്ക് നല്ലതാണ്. കാരണം നിങ്ങളൊക്കെ പ്രതിപക്ഷത്ത് വരും, അന്നും പോലീസ് നിങ്ങൾ ഇടിച്ചുകൂടാ. നിങ്ങൾ ഇടിച്ചാൽ തെറ്റാണ്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാം. ഒരാളെ ആക്രമിക്കാൻ പാടില്ല. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഭരണഘടന അവകാശമാണ് ജനാധിപത്യ പാർട്ടികൾ പ്രവർത്തിക്കാനായിട്ട്. ഒരാൾ മണ്ഡലം പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് അവർ ഇടിച്ച് ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ നിന്നല്ല, മൃഗങ്ങൾക്ക് പോലും പറ്റാത്ത രീതിയിൽ, മൃഗങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി ആക്രമിക്കുകയുള്ളൂ. ഒരു കാരണവുമില്ലാതെ ക്രിമിനലുകളാണ്, ദുഷ്ടശക്തികളാണ്. ഇവർ ജയിലിൽ പോകുന്നതുവരെ, ഇവരുടെ ജോലി ഇല്ലാതാകുന്നതുവരെ അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടതാണ്. അവരുടെ കുടുംബങ്ങളെപ്പറ്റി എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അതിന് വേറെ സർക്കാർ സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അവരുടെ കുടുംബങ്ങൾ ബുദ്ധിമുട്ടാൻ പാടില്ല. പക്ഷേ ഈ ക്രിമിനലുകൾ പുറത്തിറങ്ങി നടക്കാൻ പാടില്ല. എന്നോട് ചില വ്യാജ പ്രൊഫൈലിലേക്ക് വന്ന് CPMകാർ നമുക്ക് കാണുമ്പോൾ അറിയാം, നാഥനില്ലാത്ത സ്ഥലമാണ്. അവിടെ വന്നിട്ട് ഞാൻ എവിടെ പോയി 2 കൊല്ലം. തെറ്റാണ്. ഞാൻ ഈ സംഭവം അറിയാതെ, ഇതിൻ്റെ ഗൗരവം അറിയാതെ പോയി എനിക്ക് ക്ഷമ ചോദിച്ചു. ഞാൻ ഇന്നലെ സുജിത്തിനോടും ചോദിച്ചു. CPMകാരും ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഞാൻ നേരത്തെ ഇടപെടേണ്ടതായിരുന്നു.
കേരളത്തിലെ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായി ഇടപെടേണ്ടായിരുന്നുള്ള അഭിപ്രായം എല്ലാ കോൺഗ്രസ്സുകാർക്കും ഉണ്ട്. അത് ഓർമ്മപ്പെടുത്തുന്നതിന് CPM-കാർക്ക് നല്ലത്. ഞങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറയുകയാണ് ഇടപെടാനായിട്ട്. അദ്ദേഹം ഇടപെട്ടിട്ടില്ലെങ്കിൽ ഈ CPM-കാർ ഞങ്ങളോട് ചേരണം. കേരളത്തിൽ നടക്കുന്ന ഏറ്റവും കൊടിയ അനീതിക്കെതിരെ, അഴിമതിയും വൃത്തികേടുകളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യർ ചേർന്ന്, മനുഷ്യരെന്ന് പറഞ്ഞുകൂടെ ഈ പോലീസുകാരെ, അവരാക്രമിക്കുമ്പോൾ അതിനെതിരെ മുഖ്യമന്ത്രി ശബ്ദമുയർത്തിയില്ലെങ്കിൽ കേരളത്തിലെ CPM-കാർ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കണം. നിങ്ങൾ ആ പാർട്ടിയിൽ നിങ്ങൾ അന്തസ്സോടെ നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ അത് നിൽക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രിയോട് ഉത്തരം പറയിക്കണം. കേരള സർക്കാരിനെ കൊണ്ട് ഉത്തരം പറയിക്കണം. എല്ലാ രാഷ്ട്രീയക്കാരോടും, എല്ലാ ടീച്ചർമാരോടും, എല്ലാ മന്ത്രിമാരോടും, പ്രത്യേകിച്ച് ആരോഗ്യമന്ത്രിയോടും, പിന്നെ ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നറിയാൻ വയ്യാത്ത സാംസ്കാരിക നായകർ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ, ഓർമ്മ വരികയാണെങ്കിൽ, ബോധം തിരിച്ചു കിട്ടുകയാണെങ്കിൽ അവരും പ്രതികരിക്കണം.